സ്റ്റീഫൻ ഹോക്കിങ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിന്റെ മുന്നേ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞൊരു കാര്യം, ഐഡിയോളജിയാണ് ഇനി ലോകത്തെ ഭരിക്കാൻ പോണത്. ഐഡിയോളജി ആൻഡ് ഐഡിയാസ്. സ്റ്റീഫൻ ഹോക്കിങ്സ് പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനി മനുഷ്യന്റെ ബ്രെയിൻ ആണ് ലോകത്തെ ഭരിക്കാൻ പോണത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ കർണാടകയിലുള്ളത്. അപ്പൊ കർണാടകയിൽ നമ്മളിങ്ങനെ കാണുമ്പോൾ എത്ര ഹ്യൂമൻ പവർ ആണെന്നറിയാം ഇന്ത്യക്ക്. എത്ര ഹ്യൂമൻ റിസോഴ്സ് ആണ്. ഇപ്പൊ ട്രംപിന്റെ ഒരു റൈറ്റ് വിങ് എയ്ഡ് ആയിട്ടുള്ള ഒരാൾ വെടികൊണ്ട് മരണപ്പെട്ടില്ലേ? അയാളൊന്ന് അവസ്ഥ ആലോചിച്ച് നോക്ക്. അയാൾ എന്തൊക്കെയാ അവിടെ വന്ന് പറഞ്ഞത്? അയാള് എല്ലാവരും പ്രസവിക്കണം, ഇത്തരം കുട്ടികൾ വേണം. ഈ കുറച്ചൊരു തോട്ട് പ്രോസസ്സ് വരുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ജനസംഖ്യ, അതായത് ഒരു ഡെമോഗ്രാഫിക് ഡിവിഡന്റ് ഇനി ലോകത്ത് വരണം. ഒരു രാജ്യത്ത് ഡെമോഗ്രാഫിക് ഡിവിഡന്റ് ഇല്ലാതായി പോയി കഴിഞ്ഞാൽ ആ രാജ്യം നശിച്ചു പോകും. നമ്മൾ പല ആൾക്കാരും വിചാരിക്കണ്ടപ്പോ പല ആൾക്കാരൊക്കെ ചിന്തിക്കണ്ടാവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കധികം ലോകത്തിനെ എന്താ പറയാ ഈ AI വെച്ചിട്ട് കമ്പ്യൂട്ടർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ഒരിക്കലും മനുഷ്യനെ ഈ AI എന്ന് പറഞ്ഞ സാധനം ആരുണ്ടാക്കിയതാ? മനുഷ്യന്റെ തന്നെ ഒരു നിർമ്മിതിയാണ് AI. ഈ സാധനം മനുഷ്യനെ റീപ്ലേസ് ചെയ്യാൻ പോണില്ല. മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റി അവിടെ കടക്കാൻ പോവാണ്. നമ്മളെ രാജ്യത്തിന്റെ ഒരു എന്താ പറയാ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നമ്മളൊരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് നിങ്ങളെല്ലാരും അറിയണം. ഒന്നാമത് ഇവിടെ ഏഹ്, ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആൾക്കാരനെ ഇവിടെ ഒരു 80 കോടിയുടെ മേലെ മിനിമം ഉണ്ടാവും ഇന്ത്യയിൽ. ഇവരെന്ന് പറഞ്ഞാൽ ഹൈലി ലിബറൽ ആയിട്ടുള്ള ആൾക്കാരാണ്. കുറെ ജാതി പ്രശ്നം, തേങ്ങാക്കൊല, അങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ അതൊക്കെ ഉള്ളത് തന്നെ കേട്ടോ. ചില ജാതി അങ്ങനെ ജാതി അതങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു ആയുസ് കുറവാണ്. ഈ പറഞ്ഞ ഒരു 80 കോടി ജനത്തിനെ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പിന്നാലെ വരും. ഇപ്പൊ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആൾക്കാര് ഹൈലി എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയി മാറിക്കഴിഞ്ഞാൽ ബാക്കി പറഞ്ഞ ക്രിസ്ത്യാനികളും പാർസികളും ഈ മുസ്ലിങ്ങളൊക്കെ മാറേണ്ടി വരും. ഞാനതാ പറയണത്. ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള മുസ്ലിങ്ങളായിരിക്കും ഇന്ത്യൻ മുസ്ലിംസ്. അവർക്ക് മാറേണ്ട ആവശ്യം വരും. അപ്പൊ ഞാൻ പറയണത് ഇത്ര മാത്രം ജനസംഖ്യയുള്ള, അതും ഒരു റിലീജിയൻ അല്ലെങ്കിൽ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇത്ര മാത്രമുള്ള ഒരു രാജ്യം വേറെ എവിടെയുള്ളത്? അപ്പൊ നമുക്ക് ചൈന എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെ നിർബന്ധിച്ച് ആ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ്. അവർക്ക് നമ്മൾ ഇന്ത്യയുടെ പോലത്തെ ഒരു ലിബറേഷൻ കൊടുത്തു നോക്ക്. അവരവിടുത്തെ സ്റ്റേറ്റിനെതിരെ യുദ്ധം ചെയ്യും. നമ്മളവിടെ ലിബറേഷൻ ഉണ്ട്. നമ്മളവിടെ ജനങ്ങൾക്ക് എന്തോ ഇപ്പൊ നരേന്ദ്രമോദിനെ പച്ചത്തെറി പറയാ, പിണറായിനെ തെറി പറയാ, ഏതാളും പച്ച തെറി വരെ പറയാന് അവരുടെ ഫേസ്ബുക്കിൽ പോയിട്ട് വരെ തെറി പറയുന്ന ആൾക്കാരുണ്ട്. ഇത്രമാത്രം ലിബർട്ടി ഉണ്ടായിട്ടും ഈ രാജ്യത്തിന്റെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്ത് വരില്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ ശരിക്ക് ലിബർട്ടി എവിടെയാണ് ലോകത്ത്? US പോലും അല്ല, ഇന്ത്യയിലാണ്. അപ്പൊ ഇത് വലിയൊരു പിന്നെ അതുപോലെ തന്നെ നമ്മളെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ഇനിയിപ്പോ എന്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചുകൂടി കാലം കഴിയുമ്പോൾ അത് റൈറ്റ് ടു മറ്റേ ഈ +1 +2 ഒക്കെ ഫ്രീ ആയിട്ട് വരും. ഇപ്പൊ 10ാം ക്ലാസ് വരെയാണ് ഫ്രീ ആയിട്ടുള്ളത്. അത് പ്രോഗ്രസീവ് ആയിട്ട് +1 +2 വരും. പിന്നെ കുറച്ചു കാലം കൂടെ കഴിയുമ്പോൾ അത് ഡിഗ്രി ഒക്കെ ഫ്രീ ആയിട്ട് വരും. ഒരു പൈസ ചെലവില്ലാതെ ജനങ്ങൾ പഠിച്ചു വരും. ആ സമയമൊക്കെ ആവുമ്പോ ഇന്ത്യയുടെ കയ്യിലായിരിക്കും ലോകത്തിന്റെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ. ഇത്രമാത്രം സിറ്റിസൺസ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. അവരൊക്കെ ഡിക്ലൈനിങ് പോപ്പുലേഷനാ. ഇപ്പൊ US ഒക്കെ ഡിക്ലൈനിങ് ആണ്. അവരുടെ സ്ത്രീകൾക്കൊന്നും പ്രസവിക്കാൻ വയ്യാന്നേ. അവർക്ക് ആ പ്രസവം എന്നൊക്കെ പറയുന്നത് ഒരു ബേർഡനാണ്. പക്ഷെ നമ്മളെ ഭാരതത്തിലുള്ള സ്ത്രീകൾ പ്രസവം അല്ലെങ്കിൽ ഗർഭം ധരിക്കുക എന്നൊക്കെ പറഞ്ഞത് എന്തോ ഒരു പുണ്യമായിട്ട് കാണുന്ന ഒരു സംവിധാനമാണ്. കൂടുതൽ കുട്ടികൾ വേണം ഈ ധർമ്മത്തെ രക്ഷിക്കാന്, അല്ലെങ്കിൽ ഈ മണ്ണിനെ കാവൽക്കാരായിട്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു ചിന്താഗതി. അതിന്റെ ഒപ്പം തന്നെ നമ്മൾക്കും പുരോഗതിയിൽ എത്തണം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം അത് വരണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ അൾട്രാ വോക്കിസം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ലിബറലിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വെസ്റ്റിന്റെ കുറെ തോട്ട്സ് ഒക്കെ വരുന്നുണ്ട്. ഞാനെതിരാ. നമ്മളിപ്പോ എപ്പോഴും ഒരു ഇന്ത്യൻ തോട്ട്, നമ്മൾ ഇന്ത്യക്കാരാണ്. നമ്മളെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ സംസ്ഥാനങ്ങളിലെ പോപ്പുലേഷൻ മാത്രമാണ് മറ്റു രാജ്യങ്ങളിലെ പോപ്പുലേഷൻ.
നമ്മളെ ഇപ്പൊ പല ആൾക്കാരും പറയാം പോപ്പുലേഷൻ ബർഡൻ അല്ലേ എന്നൊക്കെ. ഞാൻ പറയട്ടെ, ഞാന് ഇന്ന് ഈ യാദഗിരിയില് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടു. കർഷകരായിട്ടുള്ള ആൾക്കാര്. അവര് പല ആൾക്കാരും എന്താ പറയണെന്ന് അറിയോ? എനിക്ക് 3 മക്കളുണ്ട്. അല്ലെങ്കിൽ 2 മക്കളുണ്ട്. എല്ലാവരും പഠിക്കണം. പഠിച്ചിട്ട് കൃഷിയൊക്കെ ചെയ്യണം. പക്ഷെ കൂടുതൽ കുറച്ചും കൂടെയൊക്കെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കൃഷിയൊക്കെ തുടങ്ങണം. അപ്പൊ ഇവരുടെ മനസ്സിൽ വരെ ഒരു ബിസിനസ് തോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എഡ്യൂക്കേഷനും വേണം. പക്ഷെ അവര് പഠിക്കും വേണം. സോറി, പഠിക്കും വേണം. അവര് ഈ പറഞ്ഞ പോലെ തന്നെ ബിസിനസ് ആയിട്ട് കുറെ കൂടെ എന്ത് വേണം? ഏഹ് ലാഭം ഉണ്ടാക്കണം. പഠിക്കും വേണം. കൃഷിയിലേക്ക് തന്നെ ഇറങ്ങും വേണം. മണ്ണൊന്നും അനാഥമായി പോകരുത്. അല്ലാതെ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോയി അവിടെ സെറ്റിൽ ആവുക അങ്ങനത്തേനൊന്നും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കണില്ല. ഞങ്ങളെ മക്കള് പഠിക്കണം. നല്ല ടെക്നോളജി ഒക്കെ വേണം. ഇത് തന്നെയല്ലേ ഈ പറഞ്ഞ എന്താ പറയാ ടെക്നോളജിക്കൽ ഫാമിംഗ് എന്നൊക്കെ പറഞ്ഞ സാധനം. അപ്പൊ ലോകത്ത് ഇനി വരാൻ പോണ ഒരു ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയാണ്. അതിലൊരു സംശയം വേണ്ട. പിന്നെ നമ്മള് ഏഹ് ഇപ്പോ ഏഹ് ഇപ്പൊ മോഹൻ ഭാഗവത്ജി പറഞ്ഞൊരു സംഭവമുണ്ട്. എല്ലാ പ്രാദേശിക ഭാഷേനെയും നമ്മൾ സ്വീകരിക്കണം, അംഗീകരിക്കണം. ഇപ്പൊ ഞാന് പലപ്പോഴും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിന്ദി എല്ലാവരും പഠിക്കണം. പക്ഷെ ഞാന് ഇപ്പൊ മോഹൻ ഭാഗവത്ജി പറഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം ഒരു കൊല്ലായെന്ന് തോന്നുന്നു. അതായത് നമ്മളെ പ്രാദേശിക ഭാഷയിൽ നമ്മള് കൂടുതൽ പഠിക്കണം. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു ഇങ്ങേരെന്താ ഇതിങ്ങനെ പറയണത്? ശരിക്കും ഹിന്ദി പഠിക്കാനല്ലേ പറയണ്ടത്. സംഭവം എന്ന് വെച്ചാൽ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോ ഇപ്പൊ ലാംഗ്വേജ് എന്ന് പറഞ്ഞ സാധനം വരെ ജസ്റ്റ് ഒരു മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ പുതിയ ഗാഡ്ജറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അറിഞ്ഞത് ഇപ്പൊ ആപ്പിളിന്റെ ഏതൊരു ഗാഡ്ജറ്റ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഏത് ഭാഷയാണോ ഒരാൾ പറയണത് അത് നമ്മളുടെ ഭാഷയിൽ നമുക്കത് കേൾക്കാൻ പറ്റും. ഇപ്പൊ ഒരുത്തന് ബീഹാറിൽ ഭോജ്പുരി ഭാഷയിലാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മളെ ഹെഡ്സെറ്റിൽ നമുക്ക് മലയാളത്തിൽ കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ഹെഡ്സെറ്റ് അവൻ വെച്ച് കഴിഞ്ഞാൽ അവനക്ക് നമ്മൾ മലയാളത്തിൽ ഏത് ഡയലക്ട് ഉപയോഗിക്കുകയാണെങ്കിലും അവനത് അവന്റെ ഭാഷയിൽ കേൾക്കാൻ പറ്റും. ഇത്തരം ഒരു സംവിധാനമൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ദേശീയ ലാംഗ്വേജ് എന്നുള്ളതിന്റെ ഒക്കെ അപ്പുറത്തേക്കുള്ള ഒരു സംഭവം വന്നു. അപ്പൊ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മളെ രാജ്യത്ത് മാക്സിമം ജോബുകൾ ഉണ്ടാക്കുക. മാക്സിമം ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുക്കാൻ നോക്കുക. ഇപ്പൊ ഒരു കുട്ടി ഒരു ബാലവേലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഗവൺമെന്റിനെ വിളിച്ചു പറയാം അവന് എഡ്യൂക്കേഷൻ കൊടുക്കാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടാക്കുക. ഗവൺമെന്റ് വരുത്തുമായിരിക്കും. വരുത്തട്ടെ. പല ഇപ്പൊ ഞാന് പല ആൾക്കാരോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണ് കൂടുതൽ ഇമ്പോർട്ട് ചെയ്യണത്, നമ്മൾ എന്താണ് പുറത്തുനിന്ന് കൂടുതൽ വാങ്ങിക്കണത്, അത് കുറക്കാൻ നോക്കുക. ഉദാഹരണത്തിന് എനർജിയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത് അധികം. ഈ എനർജി കുറക്കണതിന്റെ ഏറ്റവും വലിയൊരു വിലങ്ങുതടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിന്റെ കെ എസ് ഇ ബി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ നരേന്ദ്രമോദി ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് സോളാറിന്റെ പദ്ധതി. റൂഫ് ടോപ്പ് സോളാർ. അതായത് എല്ലാ വീടുകളിലും സോളാർ വെക്കുക. എന്നിട്ട് നിങ്ങളുടെ എനർജി കൺസപ്ഷൻ കുറക്കുക. അപ്പൊ നമുക്ക് ഡീസലും അതുപോലെ തന്നെ കോളൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നത് കുറക്കാം. ഈ കെ.എസ്.ഇ.ബി എന്ന് പറഞ്ഞ ഈ വൃത്തികെട്ടന്മാര് അതിനെ രാഷ്ട്രീയപരമായിട്ട് എതിർക്കാൻ വേണ്ടി അതിന്റെ ചാർജുകൾ കൂട്ടി. അപ്പൊ ഞാൻ പറയുന്നത് ഇത്തരത്തില് കേന്ദ്ര ഗവൺമെന്റ് വൾണറബിൾ ആയിട്ടുള്ള സെക്ടറിനെ കംപ്ലീറ്റ് സെൻട്രലൈസ് ചെയ്യണം, നാഷണലൈസ് ചെയ്യണം. ഇപ്പൊ നമുക്ക് SBI ഒക്കെ അല്ലേ, ഇപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഒക്കെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വന്നല്ലോ. അതുപോലെ തന്നെ പല അത്തരം സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ എനർജി ഇമ്പോർട്ടിന്റെ ആവശ്യകതകളും കാര്യങ്ങളൊക്കെ കുറക്കണം. അങ്ങനെ നമ്മളൊരു സ്ട്രോങ് സെൻട്രലൈസേഷനിലേക്ക് പോകണം. അഡ്മിനിസ്ട്രേഷൻ കേട്ടോ, അത് വെച്ചിട്ട് നമ്മൾ എന്താ പറയാ എല്ലാം സ്റ്റേറ്റിലെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ സ്ട്രോങ് സെൻട്രലൈസേഷനിലേക്ക് കൊണ്ടുപോകണം. പിന്നെ പതുക്കെ പതുക്കെ പ്രോഗ്രസ് ഒക്കെ ആയി വരുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ ഈ ഫാം ലോക്കൊക്കെ എതിരെ ശബ്ദിച്ചിരുന്ന ആൾക്കാരായിരുന്നു ഈ പറഞ്ഞ പല കർഷകരൊക്കെ. അവരൊക്കെ ഇപ്പൊ പറയണത് ഞങ്ങളുടെ മക്കളൊക്കെ വലുതായിട്ട് കൃഷിക്കാരായിട്ടുള്ള വലിയ ബിസിനസ്മാൻമാരാവണമെന്ന് പറയണം. അപ്പൊ ഇതൊക്കെ നമ്മളെ രാജ്യം തന്നെ എന്തോരം ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ആണെന്നറിയാം നമ്മുടെ രാജ്യത്ത്. നമ്മൾ അത്ര വലിയ പൊട്ടന്മാരൊന്നല്ല. ഇപ്പൊ പല ആൾക്കാരും പറയും മറ്റേ ഇപ്പൊ പൊതുവെ ഉള്ള ഒരു സ്വഭാവം കേട്ടോ. അതായത് UP-ക്കാരൊക്കെ മോശമാണ്, പിന്നെ അതുപോലെ തന്നെ ബീഹാറികൾ മോശമാണ്. അവിടെ പോപ്പുലേഷൻ ഒക്കെ കൂടുതൽ തന്നെയാണ്. പക്ഷെ അവർക്കൊരു വേൾഡ് ഔട്ട്റീച്ച് കുറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ ആ ഒരു സംസ്കാരത്തിലേക്ക് എന്തൊക്കെയോ ഇരുണ്ട സംഭവങ്ങൾ വന്നുകൊണ്ടാണ്. നമ്മൾ അവര് ഹിസ്റ്റോറിക്കലി അത്ര മോശക്കാരൊന്നുമല്ല. ഇപ്പൊ UP-ന്നല്ല ഈ പറഞ്ഞ ശ്രീകൃഷ്ണൻ ഉണ്ടായിട്ടുള്ള ശ്രീരാമൻ ഉണ്ടായിട്ടുള്ള UP-ന്നല്ലേ, ഇന്നത്തെ ഉത്തർപ്രദേശിന്റെ ആ സ്ഥലത്തുനിന്ന്. അപ്പൊ ഇവരൊക്കെ മോശക്കാരാണ്, ഇവരെ ഫോട്ടോ വെക്കും നമ്മളെ വീട്ടില്.
ബീഹാർ എന്നാണ് ശ്രീബുദ്ധൻ ഉണ്ടായില്ല, ബീഹാർ നേപ്പാൾ ആ ഏരിയ. അപ്പൊ ഇവർക്ക് അവരുടെ സമൂഹത്തിൽ എന്തൊക്കെയോ ഇരുണ്ട സംഭവങ്ങൾ കയറിയത് കൊണ്ട് അവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അതിനൊക്കെ മാറ്റാൻ നമ്മൾക്ക് അവരൊന്ന് ഹെൽപ്പ് ചെയ്യാം. നമ്മളെ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കൂട്ടാം അവരോട്. അങ്ങനെ നമ്മളിതൊരു രാജ്യമായിട്ട് തന്നെ മുന്നോട്ട് പോയി ഗിവ് ആൻഡ് ടേക്ക്. നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക, അവർ നമ്മിൽ നിന്നും ഇതുപോലെ തന്നെ പല കാര്യങ്ങളും എടുക്കട്ടെ. അങ്ങനെ നമ്മൾ വരുമ്പോൾ ഞാൻ പറയട്ടെ, ലോകത്തെ ഏറ്റവും വലിയൊരു ശക്തിയായി മാറും ഇന്ത്യ. ആരും നമുക്ക് സപ്പോർട്ടൊന്നും വേണ്ട. ഇപ്പൊ US നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമുക്ക് സാറ്റലൈറ്റ് രാജ്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ നമ്മളുടെ ഇന്ത്യയുടെ ഔട്ട്റീച്ചും നമുക്ക് ഇതുപോലെ തന്നെ കൂട്ടാം. നമ്മൾ മാക്സിമം മൈഗ്രേറ്റ്, ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. ഇന്ത്യയിൽ മാക്സിമം ജോബ് പ്രൊവൈഡ് ചെയ്യുക, പല കാര്യങ്ങളും എക്സ്പോർട്ട് ചെയ്യുക, വിദേശത്ത് പോയി സെറ്റിൽ ചെയ്യുക. ഇപ്പൊ നമ്മളുടെ കാശ് പട്ടേൽ ഉണ്ടല്ലേ, അങ്ങനെ FBI ഇതല്ലേ, ഹെഡ് അല്ലേ, ഞാൻ മറന്നു. FBI ഏതോ CIA ആണോ, ഏതിന്റെ ഹെഡാണ് കാശ് പട്ടേൽ? ആർക്കെങ്കിലും അറിയോ? ഇന്ത്യൻ വംശജനാ? ആർക്കും അറിയില്ല. അതിൽ ഇതിന് FBI ആണല്ലോ. ഓക്കെ ഓക്കെ ആ, ഓക്കെ. FBI. ഓക്കെ. അപ്പൊ ഇയാളുടെ ഒരു ചരിത്രം നിങ്ങളൊന്ന് ആലോചിക്കണം. ഇയാളുടെ അപ്പനെ ഈദി അമീന് പണ്ട് സുഡാനിൽ നിന്ന് ഓടിച്ചതാ, ഇന്ത്യൻ ഹിന്ദു എന്ന് പറഞ്ഞിട്ട്. അയാളുടെ അച്ഛൻ നേരെ പോയത് US-ലേക്കാ. ആള് തിരിച്ച് ഇന്ത്യയിലേക്ക് ഒന്നല്ല വന്നത്. അങ്ങേരുടെ അച്ഛൻ നേരെ US പോയിട്ട് മക്കളൊക്കെ ഇതാക്കി, അങ്ങേര് FBI ഹെഡായി. അത് ഇന്ത്യക്കൊരു വെയിറ്റ് തന്നെയല്ലേ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ സോഫ്റ്റ് പവർ ഒക്കെ അവിടെ യൂസ് ആവുന്നുണ്ട്. ഇന്ത്യക്കൊരു വെയിറ്റ് തന്നെ. പട്ടേൽ എന്ന് പറഞ്ഞ, കാശ് പട്ടേൽ എന്ന് പറഞ്ഞ ഒരാളവിടെ അങ്ങനെ ഇരിക്കുമ്പോ നമുക്കൊരു വെയിറ്റ് അല്ലേ. അപ്പൊ ഒക്കെ ആൾക്കൊരു ദേശത്തിനോടൊരു താല്പര്യം, അങ്ങനെയുടെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരിക്കും. എനിക്ക് ഉറപ്പാ. നമ്മൾ പല വിദേശങ്ങളിലും പോവുക, പക്ഷെ നമ്മളെ കൾച്ചറിനെ വിട്ടുപോകരുത്. ഞാൻ പറഞ്ഞത് കൾച്ചർ എന്ന് പറഞ്ഞിട്ട് ഗുടുക്ക അല്ലെങ്കിൽ പാമ്പരാക്ക് തുപ്പിയിട്ട് അവിടുത്തെ റോട്ടിൽ തുപ്പണം, അല്ലെങ്കിൽ അവിടുത്തെ സൈൻ ബോർഡിൽ തുപ്പണം എന്നല്ല കേട്ടോ ഞാൻ പറയണത്. അവിടുത്തെ കൾച്ചറുമായിട്ട് എന്താ പറയാ, അവരുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അവിടെ ഒരു സോഫ്റ്റ് പവർ ഉണ്ടാക്കുക. ഇപ്പൊ ഈ ഒമാനിലെ രാജാവൊക്കെ, ഇപ്പൊ ഈ GCC-യിലെ പെട്ടൊരു സ്ഥലമാണ് ഒമാൻ. ഒമാനിലെ രാജാവിന് ഇന്ത്യ പറഞ്ഞതിന്റെ അപ്പുറത്തേക്കില്ല. ഇവൻ ഇപ്പൊ ഇസ്രായേലിന്റെ ഒരു കാര്യത്തിൽ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ GCC എന്ന് പറഞ്ഞ രാജ്യങ്ങൾ തമ്മിലൊരു സഖ്യം ഉണ്ടാക്കിയാൽ പോലും ഇന്ത്യക്ക് അവിടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അതിന്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ UAE ഒന്നല്ല, ഈ ഒമാനാ. കാരണം ഒമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ മാർവാടി ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരാണ്. മാർവാഡീസ് അവരെ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്ത് അവിടെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് അവിടെ ഫസ്റ്റ് ഈ പറഞ്ഞ ഹിന്ദു ക്ഷേത്രമൊക്കെ വന്നത്. അപ്പൊ ഇത്തരം സോഫ്റ്റ് പവർ ഒക്കെ ഉപയോഗിക്കാം. നമ്മൾ എവിടെ പോയാലും നമ്മൾ ഇന്ത്യനാണ്. നമ്മളെ ഇന്ത്യൻ ഐഡന്റിറ്റി തന്നെ നമ്മൾ, ആ ഒരു സാധനം നമുക്ക് എപ്പോഴും വേണം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ എവിടെ പോയി, ഇപ്പൊ ഈ ദുബായിലോ സൗദി അറേബ്യയൊക്കെ ഇപ്പൊ ബൂം വരാൻ പോണ ഒരു സ്ഥലമാണ്. കാരണം അവിടെ വേൾഡ് കപ്പ് ഒക്കെ വരുമ്പോൾ ഒരു ബൂം വരും. നമ്മൾ അവിടെയും പോയി ഇൻഫ്ലുവൻസ് ചെയ്യാം, പല സ്ഥലങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമ്മളെ രാജ്യം സെറ്റപ്പ് ആവണം. ഈ ഒരു ലക്ഷ്യത്തോടെ പോയോക്ക്. അതല്ലെങ്കിലും ആവും കേട്ടോ, എന്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിലും ആവും. നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മളെപ്പോലെ തന്നെ 100,000 ആളുകൾ വിദ്യാഭ്യാസം നേടി ചിന്താഗതിയുള്ള ബുദ്ധിയുള്ള ആൾക്കാർ വന്നിട്ട് ഇത്തരം പരിപാടികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യ തന്നെയാണ് അടുത്ത. US പിളരും. US-ന്റെ കാര്യത്തിൽ അവിടുത്തെ ഒരു ഡിൻഡിലിംഗ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്, പിന്നെ അതുപോലെ തന്നെ അവരുടെ എന്താ പറയാ, ആ ഒരു സിസ്റ്റം, അല്ലെങ്കിൽ അവർ ഈ ഭീഷണിപ്പെടുത്തി നിർത്തുന്നതൊക്കെ ഭയങ്കര ഫോൾട്ടായി മാറിയിട്ടുണ്ട്. ഇന്ത്യ അവിടെ ഓവർ പവർ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയുടെ ഏതാ സ്ട്രാറ്റജി എന്നറിയോ? ഇപ്പോ മറ്റേ ഞാനിപ്പോ ഈ പറഞ്ഞ മറ്റേ ഈ ഖത്തറിൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത് വരും പോലും അവർ ചെയ്തൊരു മണ്ടത്തരാന്നേ ഞാൻ പറയുള്ളൂ. പക്ഷെ ഇന്ത്യ അവിടെ എടുത്തൊരു വൺ സ്റ്റാൻഡാണ്. അപ്പൊ അതില് അമേരിക്കക്ക് ഇങ്ങനെ മിണ്ടാണ്ടിക്കേണ്ട ആവശ്യമൊക്കെ. അമേരിക്കന്റെ ഒരു കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനം ഇപ്പൊ അടുത്ത് തന്നെ. അടുത്ത വലിയ പവറില് ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ഇന്ത്യ തന്നെയാണ്, അതിൽ സംശയം വേണ്ട. ഇസ്രായേലിന് എനിക്കറിയില്ല, ഈ പറഞ്ഞ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറഞ്ഞ ആളുടെ കാര്യമൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ കുറെ എനിക്ക് അവര് എന്താ പറയാ, അത്ര സുഖകരമായിട്ട് ഒരു അവസ്ഥ അല്ലാത്ത പോലെ എനിക്ക് തോന്നി. പഴയ ഒരു 1973-ലുള്ള വാർ പോലെ ഒന്നും അല്ല അവരിപ്പത്തെ ഒരു പോക്കൊക്കെ. ഒക്കെ അവർക്ക് ഭയങ്കര ദോഷം ചെയ്യും.
പക്ഷെ അവരെന്തോ ആയിക്കോട്ടെ. പക്ഷെ നമ്മളുടെ രാജ്യത്തിനെ സംബന്ധിച്ച് നമ്മൾ നല്ല കിടില ഗെയിമാണ് കളിക്കുന്നത്. നല്ല ഗെയിമാണ്. അത് പറഞ്ഞു കൊടുക്കാനുള്ള അത്യാവശ്യം നല്ല അഡ്വൈസേഴ്സും ഉണ്ട് നമുക്കവിടെ. ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല ചങ്കുറപ്പുള്ള പ്രൈം മിനിസ്റ്റർ തന്നെയാണ് ഈ നരേന്ദ്രമോദി എന്ന് പറയുന്നത്. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. അയാൾക്ക് ഇപ്പൊ എത്ര വയസ്സായാലും മറ്റേ നല്ല ധൈര്യം ഉണ്ട് അയാൾക്ക്. അല്ലെങ്കിൽ ഒരു അമേരിക്ക എന്ന് പറഞ്ഞൊരു സൂപ്പർ പവർ പ്രത്യേകിച്ച് ഇന്ത്യനോടൊരു സർപ്ലസ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഉള്ള ഒരു രാജ്യം നമ്മളങ്ങ് ഭീഷണിപ്പെടുത്തുമ്പോൾ അതിൽ മുട്ടുമടക്കാതെ ചൈനയുടെ ഒരു എന്താ പറയാ SCO സമ്മിറ്റിലൊക്കെ എത്ര 7 കൊല്ലത്തിന് ശേഷം അവിടെ പോയി അതിൽ പങ്കെടുക്കലും ട്രംപിന്റെ ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കലും എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ധൈര്യം തന്നെ കേട്ടോ സംഭവം. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് അടുത്ത സൂപ്പർ പവർ. ഞാൻ പിന്നെ പല ആൾക്കാരോടും പറയാറുണ്ട്, ഇന്ത്യ വിട്ട് പോവാതിരിക്കുക. പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാരടാ, നിങ്ങൾ ഒരു ബെറ്റർ എന്താ ഒരു ഹെവൻലി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ UK യിലും ഓസ്ട്രേലിയ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളെ കാര്യത്തിൽ തീരുമാനം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് സൈഡിലുള്ള ആൾക്കാർ നിങ്ങളെ വല്ലാണ്ട് അംഗീകരിക്കാൻ പോകില്ല ആസ് എ ക്രിസ്ത്യൻ എന്നുള്ള രീതിയിൽ. ഇവിടെ തന്നെ സ്വന്തം ഇവിടെ നിൽക്കുക ഇന്ത്യൻ ക്രിസ്ത്യൻ എന്നുള്ള രീതിയിൽ നിൽക്കുക. നിങ്ങൾക്കും അത്യാവശ്യം പവറൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ നിൽക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഇനിയിപ്പോ അവിടെ തന്നെ ഇപ്പൊ പോയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ പല ആൾക്കാരും പോയ ആൾക്കാരുടെ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഈ രാജ്യത്തിനെ കുറ്റം പറയാ, ഇത് വൃത്തിയായിട്ട സംസ്കാരമാണ്, തേങ്ങയാണ് മാങ്ങയാണ്, അത്തരം പരിപാടികളൊക്കെ നിർത്തുക. കാരണം നിങ്ങളൊന്നും അവരെ അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ അനിൽ കൊടിത്തോട്ടത്തിന് ഈ TKK എന്ന് പറഞ്ഞൊരു ഗ്യാങ് ഉണ്ട് US അവരെ അംഗീകരിക്കാൻ പോകുന്നു. അനിൽ കൊടിത്തോട്ടത്തിന് ഏതെങ്കിലും ഒരു യൂറോപ്യൻ ക്രിസ്ത്യാനി അംഗീകരിക്കാൻ പോകുന്നു. ഇയാള് ഈ ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടനൊക്കെ വേണ്ടിയിട്ട് പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സത്യം പറയാം പാവം തോന്നുന്നു കേട്ടോ. ഒരു റോട്ടിലുള്ള ഒരു ചത്തലപ്പട്ടി ഏതോ വീട്ടിലൊരാൾക്ക് വേണ്ടി കുരക്കണ പോലെ. ഒരിക്കലും ഇവരൊന്നും അംഗീകരിക്കാൻ പോകില്ലാന്നേ. ഫസ്റ്റ് ദ ബ്രൗൺ പീപ്പിൾ മറ്റേ ഇത്തരം എന്താ പറയാ അതും അവർ ചിലപ്പോ യൂസ് ചെയ്യും. പക്ഷെ നമ്മള് ഒരു വൈറ്റിന്റെ മുമ്പില് നമ്മൾ നമ്മളുടെ ഒരു സ്വത്വം വെച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ നമ്മൾ ആസ് എൻ ഇന്ത്യൻ, ഐ ആം എൻ ഇന്ത്യൻ ആൻഡ് ഐ ഹാവ് മൈ മെറിറ്റ്. ഞാൻ പറഞ്ഞത് കേക്കട, ഞാൻ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ നിനക്ക് പലതും യു ക്യാൻ കംപ്രഹെൻഡ്, അല്ലെങ്കിൽ നിനക്ക് പലതും മനസ്സിലാക്കാം എന്നുള്ള ഒരു രീതിയിൽ ഒന്ന് ചെന്ന് പറഞ്ഞു നോക്ക്, അവൻ അക്സെപ്റ്റ് ചെയ്യും. ഇവൻ അറബികളും അങ്ങനെ തന്നെ കേട്ടോ. ഇപ്പൊ കേരളത്തിലുള്ള കുറെ മറ്റേ ഈ ഹിന്ദുക്കളായിട്ടുള്ള കുറെ ആൾക്കാർ ഇവിടെ ഈ പറഞ്ഞ GCC രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് അറബീനെ അങ്ങ് പോക്കും. ഓ നിങ്ങളെ ഖുറാനിൽ എന്തോ ഭയങ്കര ശാസ്ത്രമുണ്ട്, മണ്ണല്ലേ മറ്റേ അല്ലേ, എന്തെങ്കിലും ജോലി എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചെയ്യും. നേരെ മറിച്ച് ഈ പറഞ്ഞ മഹാരാഷ്ട്രക്കാരനോ അല്ലെങ്കിൽ ഗുജറാത്തി ആയിട്ടുള്ള ഹിന്ദു ആണെങ്കിൽ അവൻ അവിടെ ചെന്നിട്ട് അവന്റെ ജോലി ചെയ്യുകയും ചെയ്യും. അവൻ പറയാം ഐ ആം എ പ്രൗഡ് ഹിന്ദു, ഐ ആൾസോ റെസ്പെക്ട് യുവർ കൾച്ചർ, നമുക്ക് വേണമെങ്കിൽ ബിസിനസ് ചെയ്യാം. അപ്പൊ ഈ അറബിയോ ഇവനാള് മറ്റേ ആളുഷാറാണല്ലോ, ഇവന്റെ സ്വത്വം മറന്നിട്ടുള്ള കളിയൊന്നുമില്ല. പക്ഷെ ഇവനെ വിശ്വസിക്കാം, ഇവൻ കിടിലാണ്, ഇവൻ കറക്റ്റാണ്. അങ്ങനത്തവരെയാണ് ബഹുമാനം ഉണ്ടാവുക. അല്ലാണ്ട് അവിടെ ചെന്നിട്ട് അവരെ പൊക്കി പറയുമ്പോ അവരെന്താ കരുതുക അറിയോ, ഇവനെ നമുക്ക് താൽക്കാലികം ഉപയോഗിക്കാം, ഇവന് പൈസ കൊടുത്ത് എന്തും പറയും. അപ്പൊ തന്നെ നമ്മൾ അറ്റ്ലാസ്റ്റ് ഇന്ത്യൻ തന്നെയാണ്. ഇപ്പൊ എന്റെ ഫ്രണ്ട് ഉണ്ട് ഈ പറഞ്ഞ ടെക്സാസിലുള്ള, അവന് ക്രിസ്ത്യനാ, ജ്ഞാനായ ക്രിസ്ത്യൻ. അവൻ അവിടെ പോണ സമയത്ത് എന്നോട് പറഞ്ഞാണ് അവിടെ ഫുൾ ക്രിസ്ത്യൻ മെജോറിറ്റി അല്ല, അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒരു സെക്യൂർ ഫീലിംഗ് ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഓക്കെ, നീ പോയി സെറ്റൊക്കെ ആയിട്ട് സെറ്റാവ് എന്നൊക്കെ പറഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞിട്ട് അവൻ വിളിച്ചിട്ട് പറയാണ്, വി ഇന്ത്യൻ ക്രിസ്ത്യൻസ് ഹിയർ വി ഹാവ് അവർ ഓൺ ചർച്ച്. ഞാൻ പറഞ്ഞു എടാ നീ ഇങ്ങനൊന്നും പറഞ്ഞിട്ടല്ലല്ലോടാ അവിടെ പോയത്, നീ ഇങ്ങനൊന്നും പറഞ്ഞിട്ടല്ലല്ലോ അവിടെ പോയത് നിനക്ക്. അപ്പൊ പറയണ അങ്ങനെയല്ല, ഞങ്ങൾ ബ്രൗൺ പീപ്പിൾ, ഞങ്ങൾക്ക് ഞങ്ങളെ ചർച്ച് വൈറ്റ്സിന്റെ ചർച്ച് കാര്യങ്ങൾ അതാണ്, അത്രേ ഉള്ളൂ. നേരെ മറിച്ച് നിങ്ങളിപ്പോ US വന്നിട്ട് ഞാൻ ഇന്ത്യനാണ്, ഇന്ത്യൻ ഐഡന്റിറ്റി വെച്ചിട്ട് തന്നെ എന്നെ കണ്ടാൽ മതി, പക്ഷെ എനിക്ക് എത്ര മെറിറ്റ്സ് ഉണ്ട്, എനിക്ക് എത്ര എഫിഷ്യൻസി ഉണ്ട്, ഓക്കെ എന്ന് വെച്ചിട്ട് നല്ല പ്രൗഡിയോടെ പറഞ്ഞു നോക്ക്. അപ്പൊ അവർക്ക് തന്നെ ഒരു തോന്നല് വന്നു, എന്തോ ഇവന്റെ കയ്യിൽ എന്തോ ഒരു നമ്പർ ഉണ്ടല്ലോ, ഇവന്റെ കയ്യിൽ എന്തോ ഒരു മരുന്നുണ്ടല്ലോ, നമുക്ക് നോക്കാം. അതാ വേണ്ടത്. പിന്നെ ഇന്ത്യനെ സംബന്ധിച്ച് നമുക്കാരും പേടിക്കാനൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം നല്ല ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, നല്ല പവറും ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡയസ്പോറയുണ്ട് പുറത്തെ രാജ്യങ്ങളിലൊക്കെ.
അപ്പൊ ഇത് തന്നെയാണ്, നമ്മളൊരു സൂപ്പർ പവർ തന്നെ ആയിരിക്കും, കുറച്ച് സമയം എടുക്കും. എന്റെ ഒരു അഭിപ്രായത്തിൽ അബൌട്ട് ഒരു 30 to 50 years. അതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി യുഎസിനെ റീപ്ലേസ് ചെയ്യും. പിന്നെ അടുത്തൊരു പവർ ചൈന ആവുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം ചൈനന്റെ കുറെ സംബന്ധിച്ചാലേ ഈ ഒരു ലിബർട്ടീനെ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ മിഡിൽ ഈസ്റ്റിലുള്ള കുറെ രാജ്യങ്ങളുണ്ട്, അവരൊക്കെ ഭയങ്കര സംഭവാന്നൊക്കെ പല ആൾക്കാരും വന്ന് പറയും. സത്യത്തിൽ ജനങ്ങളെ ഈ പറഞ്ഞ അവരുടെ സ്വാതന്ത്ര്യത്തിനെ അടിച്ചമർത്തിയിട്ട് ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ പൊതുവെ കളിയാക്കാറുണ്ടല്ലോ, CBSE മൊണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളൊക്കെ. ഇപ്പൊ യൂട്യൂബിലൊക്കെ കണ്ടില്ലേ, അവർ CBSE മൊണ്ണ എന്നൊക്കെ പറയില്ലേ. അപ്പൊ CBSE കാരണം അവൻ അങ്ങനെ പാൽക്കുപ്പി പോലെ അടിച്ചു വളർത്തി, അവനൊരു സമയമാകുമ്പോൾ കെട്ട് പൊട്ടിച്ച് പുറത്ത് ചാടി എന്തൊക്കെ ചെയ്യണതിനാണ് CBSE മൊണ്ണ എന്ന് പറയുന്നത്. ഇതേപോലത്തെ ഒരു സംഭവമാണ് ചൈന, ഒരു CBSE മൊണ്ണ പോലത്തെ ഒരു സംഭവം. അതായത് ഇവരെ സിറ്റിസൺസിനൊന്നും ലിബർട്ടി അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്യണത് അല്ലെങ്കിൽ അതിന്റെ ഒരു ആസ്വാദനം എങ്ങനെയാണ്, ഒരു അത്തരം സംവിധാനങ്ങളൊന്നും ആഘോഷിക്കാത്ത ഒരു ജനതയെ നമുക്ക് അവർ സൂപ്പർ പവർ ആവുമെന്ന് പറയാൻ കഴിയില്ല. കാരണം ഏതെങ്കിലും ഒരു നിമിഷത്തിൽ സ്റ്റേറ്റിന്റെ ഒരു പവർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ജനം കംപ്ലീറ്റ് ഈ വോക്ക് പോലെ കൈമാറും, ആ രാജ്യത്തിനെ തന്നെ നശിപ്പിച്ചു കളയും. പക്ഷെ നമ്മുടെ രാജ്യത്ത് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ധർണകൾ, പ്രൊട്ടസ്റ്റുകളൊക്കെ വന്നപ്പോൾ ഗവൺമെന്റ് അതിനെ അതിൻ്റെതായ രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മളൊരു പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എവല്യൂഷണറി പ്രോഗ്രസ് ആണ്. അതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോ ഈ പറഞ്ഞ ഫാം ബില്ലിനെ എതിർത്തു കുറെ പ്രൊട്ടസ്റ്റ് നടന്നു, പോലീസ് ഇതാക്കി, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി. അവസാനം അത് മാറ്റി. പിന്നെ അതുപോലെ തന്നെ ജനങ്ങൾ അതിന് പാകപ്പെട്ട് വരട്ടെ. അങ്ങനെ പാകപ്പെട്ട് വരുന്ന സമയത്ത് അവർ തന്നെ ഡിമാൻഡ് ചെയ്യും. ഇപ്പൊ നമ്മളെ നാടുകളിലൊക്കെ പണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ റോഡ് ടാർ ചെയ്യണതിനൊക്കെ ഭയങ്കര എതിരായിരുന്നു. റോഡ് ടാർ ചെയ്യണ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര സ്ഥലം ഇവന്റെ പോകും, അവന്റെ എത്ര സ്ഥലം പോകും. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ കാറൊക്കെ വാങ്ങിയപ്പോൾ അവരെന്താ പറഞ്ഞത്, ഞങ്ങളെ കുറച്ചൊരു ഒരു 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 2 അടി പോയാലും പ്രശ്നമില്ല, റോഡൊക്കെ ഉഷാറാവട്ടെ എന്നാണ്. അപ്പൊ അവരെന്താ പറഞ്ഞത്, അവരുടെ കയ്യിൽ ഒരു എക്യുപ്മെന്റ് വന്നു, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഒരു കാർ വന്നപ്പോൾ അത് ഒന്ന് ബെറ്റർ ആയിട്ട് പോകുമ്പോൾ അവരെന്നെ ചിന്തിക്കുകയാണ്, എനിക്ക് എത്ര പോയാലും അപ്പുറത്തോനെ അത്ര പോകണ്ട, അപ്പൊ നമുക്ക് ഇവിടെ നല്ല കൂളായിട്ട് റോഡ് വേണം, ഒരു 4 വരി പാതൊക്കെ വേണം. അപ്പൊ ജനങ്ങൾ തന്നെ ചിന്തിക്കുകയാണ്. ഒരു കാലത്ത് നമ്മൾ പല ആൾക്കാരും ഇങ്ങനെ, എടാ ഒന്ന് റോഡ് ഉഷാറാക്കി കൂടെ, അപ്പൊ വേണ്ട. അപ്പൊ ഇതേപോലത്തെ ഒരു സംവിധാനമാണ് നമ്മളെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ. അത്ര ഒരു ബ്യൂട്ടിയാണ്, ഭയങ്കര ലിബർട്ടിയാണ്. ആ ലിബർട്ടിയിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ആവുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഡെവലപ്മെന്റാ. പിന്നെ US-നൊരു പ്രശ്നം പറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ, US പുറത്തെ രാജ്യങ്ങളൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള, ഇപ്പൊ നമുക്ക് കാണാലോ നാട്ടിലൊക്കെ ഭീഷണിപ്പെടുത്തുന്ന ഒരാള്, അവന്റെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ഗുണ്ട ടീംസ് ഒക്കെ ഉണ്ടാവും, ഭീഷണിപ്പെടുത്തി അങ്ങനെ നിൽക്കും. പക്ഷെ അവനൊരു തളർവാദം എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ മൊത്തം എടുത്തിട്ട് അവനെ ചാമ്പും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവന് പിന്നെ ഒരു പട്ടിയുടെ വില പോലും ഉണ്ടാവില്ല. അവൻ ചത്താൽ ആ ശവെടുക്കാൻ പോലും ആരും പോകില്ല. അതേ ഒരു അവസ്ഥയാണ് US-ന് വരാൻ പോണത്. ഇന്ത്യയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സംഭവം. ഇന്ത്യ ഇപ്പൊ മറ്റേ എവിടെയാണോ ആർക്കാണോ പ്രശ്നമുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗെയിം തന്നെ ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ബംഗ്ലാദേശ് ലിബറേഷൻ വാർ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈസ്റ്റ് പാകിസ്ഥാനാണ്. പാകിസ്ഥാനെ ലിബറേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നമുക്ക്, പക്ഷെ നമ്മൾ ചെയ്ത്. അതുപോലെ തന്നെ പല സംഭവങ്ങളും അങ്ങനെ തന്നെയല്ലേ. നമ്മൾക്ക് ഏറ്റവും വൃത്തികെട്ട അനുഭവങ്ങൾ തന്നൊരു രാജ്യമാണ് തുർക്കി. 1917 മുതൽ ഇവിടുത്തെ ഖിലാഫത്ത് മൂവ്മെന്റ് മുതൽ മാപ്പിള ലഹള, അങ്ങനെ കുറെ സംഭവം നോക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് തുർക്കി. തുർക്കിയിൽ ഒരു ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ അപ്പൊ പോവും ഇന്ത്യയുടെ കുറെ മറ്റേ നമ്മുടെ എയർഫോഴ്സിന്റെ ഫ്ലൈറ്റ് ഒക്കെ അവിടെ ചെന്ന് കുറെ ഫുഡൊക്കെ കൊടുത്ത് തിരിച്ചു വരും. അപ്പൊ അവിടുത്തെ ഭരണകൂടം ഇന്ത്യക്കെതിരാണെങ്കിൽ അവിടുത്തെ ജനങ്ങളിൽ ഒരു തോന്നലുണ്ടാവും, ഇന്ത്യൻ എന്താണ് സത്യത്തില് അവര് നമ്മളെ ഒരു ഹെൽപ്പിംഗ് അല്ല അവര്. ഇതാണ് ഈ കൾച്ചറൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈവൻ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഈവൻ പാകിസ്ഥാന്റെ ഒരു ഗവൺമെന്റ്, അവിടുത്തെ ഒരു സിസ്റ്റം നമുക്കെതിരാണെങ്കിലും പാകിസ്ഥാനിലുള്ള സാധാ ജനങ്ങൾ ഇന്ത്യയുടെ ഒപ്പമായിരിക്കും. ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ഖുറാനൊക്കെ കത്തിച്ചിട്ടുള്ള ആൾക്കാരാണ് ഈ പാകിസ്ഥാനിൽ, ബലൂചിസ്ഥാനിലൊക്കെ. ഈവൻ സൗദി അറേബ്യയുടെ കാര്യങ്ങൾ തന്നെ, ഏത് രാജ്യമാണെങ്കിലും അങ്ങനെ തന്നെ, UAE. അതാണ് ശരിക്ക് ഈ ഒരു കൾച്ചറൽ അസിമിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൾച്ചറൽ അസിമിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക. ആ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു തോട്ട് വരും. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയൊക്കെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ തിരൂരൊക്കെ ബീവറേജസിൽ മുസ്ലിം പെൺകുട്ടികളാണ് മദ്യം എടുത്ത് കൊടുക്കുന്നത്. അവര് തലയിൽ തട്ടിടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്,
ഞാനൊരു പെൺകുട്ടിയോട് ചോദിച്ചിട്ടുണ്ട്, നീ തട്ടിടണതിന് മദ്യം കൊടുക്കണം. അപ്പൊ പറയാം, തട്ടെങ്കിലും ഇടണ്ടേ ഞാനത്. ചിന്തിക്കണം, ഞാൻ തട്ടെങ്കിലും ഇടണ്ടേ? ഞാൻ ആൾറെഡി മദ്യം കൊടുക്കാൻ നിൽക്കുന്ന ഒരാളാണ്, ഞാൻ തട്ടെങ്കിലും ഇടണ്ടേ? അപ്പൊ ഇവരുടെ മനസ്സിലും ഒക്കെ തോട്ട് ചേഞ്ച് വന്നിട്ടുണ്ട്, ഈ സിസ്റ്റത്തിൽ നിന്ന് ജീവിച്ചത് കൊണ്ട്. എന്നവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾക്ക് ഈ ഖുറാൻ ഓതണതിനോ അല്ലെങ്കിൽ അവൻ നിസ്കരിക്കണതിനൊക്കെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പക്ഷെ ഇവിടെ അതിനെതിരായിട്ട് ഒരു ആന്റി കൾച്ചർ ഉണ്ടാവണതിന് പല ആൾക്കാർ സപ്പോർട്ടാണ്, പല ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ മറ്റേ സംഘത്തിലൊക്കെ RSSലൊക്കെ ഉള്ള പല ആൾക്കാരൊക്കെ, ഞാനിപ്പോ നാള് അടുത്തറിയുന്ന ഒരാൾ പറഞ്ഞാണ്, ആരിഫ് ഹുസൈനെ കണ്ടപ്പോ എല്ലാ ആൾക്കാരും ആരിഫ് ഹുസൈനെ ഭയങ്കര ചെന്ന്, ആരിഫ് ഹുസൈൻ പറയണൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട് കേട്ടോ എന്ന്. സംഘത്തിലെ ഭയങ്കര ടോപ്പ് ആൾക്കാരായിട്ട് ഈ പറയണത് ആരിഫിനോട്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവർ ഒബ്സർവിംഗ് ആണ്. ഞാൻ അതുകൊണ്ട് പറയണത്, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു തകർച്ച, ഇന്ത്യക്ക് ഒരു തകർച്ച അല്ല. നമ്മുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ രാഷ്ട്ര സങ്കല്പത്തിന് ഒരു തകർച്ച എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്ത ഈ RSS എന്ന് പറഞ്ഞ ഒരു സംഭവം ഉള്ളത് പോലെ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു വാർപ്പിന്റെ അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റിന്റെ ഉള്ളിലുള്ള സ്റ്റീൽ എങ്ങനെയാണോ അതുപോലെയാണ് RSS എന്ന് പറഞ്ഞൊരു സംവിധാനം. അവര് കറക്റ്റ് മനസ്സിലാക്കുന്നുണ്ട് സമൂഹത്തിനെ. അവരതിനെ പറ്റി എന്താ പറയാ, ഈ സമൂഹത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോണ ആൾക്കാർക്ക് നല്ല സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് അവര്. അവര് വളരട്ടെ, അവർക്ക് കുറച്ചുകൂടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാം. അപ്പൊ ഇതൊരു, ഞാൻ സത്യം പറയട്ടെ, ഇത് ഇപ്പൊ ഇവിടെ സുപ്രഭാതമായി കണ്ടേ പറയാം RSS അല്ല ഹിന്ദു. സത്യം പറയാം RSS അല്ല, പക്ഷെ ഒരു ശക്തിയുണ്ട് ഈ രാജ്യത്തിന്. ആ ശക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ബംഗാളികളായിട്ടുള്ള മുസ്ലിങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് വിഭജിച്ച് പോകണം എന്ന് പറഞ്ഞ ആൾക്കാർ, അതേ ആൾക്കാർ തന്നെ അവരുടെ ഗോഡ് ഫാദർ ആയിട്ടുള്ള പാകിസ്ഥാനികൾക്കെതിരെ യുദ്ധം ചെയ്തിട്ട് ബംഗ്ലാദേശ് ഉണ്ടാക്കിയത്. എന്നിട്ട് അതിൽ നിന്നുള്ള ഒരു പ്രൈം മിനിസ്റ്റർ തന്നെ ഇന്ത്യയിൽ അഭയം തേടിയത്. അവരൊക്കെ ഇനി പറഞ്ഞ പോലെ തന്നെ അവർ ഈ ഇസ്ലാമൊക്കെ എടുത്ത് കളയുന്നേ. ബംഗ്ലാദേശ്, ഞാൻ പറയട്ടെ, ഒരു 10 കൊല്ലത്തിനുള്ളിൽ ബംഗ്ലാദേശ് ഇസ്ലാം എടുത്ത് കളയും. ജമാഅത്ത് ഇസ്ലാമിയുടെ ആൾക്കാരെ നടു റോട്ടിലിട്ട് പട്ടീനെ തല്ലിക്കൊല്ലണ പോലെ അവിടുത്തെ മുസ്ലിങ്ങൾ തന്നെ തല്ലിക്കൊല്ലും. നിങ്ങൾ എഴുതി വെച്ചോ. കാരണം അവർക്കിത് ഞങ്ങൾ ബംഗാളികളാണെന്നൊരു ചിന്ത വന്നവർക്ക്. നിങ്ങൾക്കറിയാം, പല GCC രാജ്യങ്ങളിൽ വരെ ബംഗാളികൾക്ക്, ബംഗ്ലാദേശികൾക്ക്, വെസ്റ്റ് ബംഗാളിലൊന്നല്ല, ബംഗ്ലാദേശികൾക്ക് വിസ റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു, UAE-യിലും സൗദിയിലൊക്കെ. അപ്പൊ അവരിങ്ങനെ ചിന്തിക്കുക, ഞങ്ങൾ ഈ മുസ്ലിം ആയിട്ട് എന്തിന്, ഞങ്ങൾ ഈ മറ്റേ ഞങ്ങൾക്കൊരു കൾച്ചർ ഉണ്ടല്ലോ, ഈ ഒരു ചിന്ത അവരിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിനെതിരെ നിൽക്കുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമി, വഹാബി അതുപോലുള്ള ഐഡിയോളജീസ് ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെ ഈ പറഞ്ഞ മുസ്ലിങ്ങൾ തന്നെ തല്ലിക്കൊല്ലും, മുസ്ലിമായിട്ട് ജനിച്ച ആൾക്കാർ. ഇപ്പൊ എന്റെ പോലത്തെ ഒരു 100 ആൾക്കാർ മലപ്പുറത്തുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ ഷിംസാറിലൊക്കെ ഉദവി അല്ലെങ്കിൽ അത്ര ആൾക്കാർ നമ്മൾ നടുറോട്ടിൽ തല്ലിക്കൊല്ലൂലേ, അതുപോലെ തന്നെ അവരൊക്കെ തല്ലിക്കൊല്ലുവരെ. എന്നിട്ടൊരു ലിബറേഷൻ ഉണ്ട് ഈ ബംഗ്ലാദേശ്. അതാണ് യഥാർത്ഥ ലിബറേഷൻ. അവര് തന്നെ പറയും, ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ ഭാരതത്തിന്റെ ഭാഗമായി മാറണം എന്ന് പറയും. നിങ്ങൾ എഴുതി വെച്ചോ, ഈ സംഭവം വരാൻ പോവാ. അതുപോലെ തന്നെ കുറച്ചു കാലം കഴിഞ്ഞ പാകിസ്ഥാനിലുള്ള ഈ പറഞ്ഞ ഈ ചൊപ്പകളൊക്കെ അവിടുത്തെ ജനങ്ങൾ തന്നെ തല്ലിക്കൂട്ടിയിട്ട് അവരെന്താ പറയുന്ന അറിയോ, ഞങ്ങൾക്ക് ഞങ്ങളെ ഭാരതം അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു സെന്റർ ഉണ്ട്, ഞങ്ങൾ ഏതോ കാലത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ മതം മാറി വന്ന ഈ സ്വത്വബോധം അവരുടെ ഉള്ളിലേക്ക് വരും. നിങ്ങൾ കണ്ടോ, അത് അഫ്ഗാനിസ്ഥാനിലും വരും. ഇതിന് കുറച്ച് സമയമെടുക്കും. ലോകത്ത് കുറെ പ്രശ്നങ്ങൾ വരും, അതിന്റെ ഇടയിൽ കുറെ യുദ്ധങ്ങൾ വരും. പക്ഷെ അവർ മനസ്സിലാക്കും അവർക്കൊരു വിലയില്ല എന്നുള്ളത്. അവർ ഏതോ കാലഘട്ടത്തിൽ ഈ മുഹമ്മദ് ബിൻ ഖാസിമും അതുപോലെ തന്നെ ഈ പറഞ്ഞ വൃത്തികെട്ടവന്മാര് അറബികളായിട്ടുള്ള പല ആളുകൾ വന്ന് മതപരിവർത്തനം ചെയ്യപ്പെട്ടവരാണ് എന്നുള്ളത്. ഇപ്പൊ ഞങ്ങളെ നാട്ടിൽ തന്നെ ഞാൻ ഒരു ഉദാഹരണം പറയാം. മറ്റേ തലയിൽ തൊപ്പി കിടന്ന കാക്കാമാര്, അവര് പറയും മറ്റേ തിരുമന്നാങ്കുന്ന് പത്താമ്പൂരാണ്, പത്താമ്പൂരത്തിന് എന്തായാലും മഴ പെയ്യും. അപ്പൊ ഞാനൊരു കാക്കാനോട് ചോദിച്ചാണ്, അതെങ്ങനെ പത്താമ്പൂരത്തിന് മഴ പെയ്യണം? ഇല്ല, മഴ പെയ്യും, ഞാൻ എന്റെ ചെറുപ്പം മുതൽ കാണാണ് പത്താമ്പൂരത്തിന് മഴ പെയ്യും, തിരുമന്നാങ്കുന്ന് അമ്മന്റെ പത്താമ്പൂരത്തിന് മഴ പെയ്യും. ഞാൻ പറഞ്ഞു, എന്താണ് കാക്ക നിങ്ങൾ ഇങ്ങനെ മറ്റേ ഷിർക്ക് പറയല്ലേന്ന് പറഞ്ഞു. എന്ത് ഷിർക്ക്? നമ്മളൊക്കെ പണ്ട് ഹിന്ദു തന്നെയല്ലായിരുന്നോ, പിന്നെ അങ്ങോട്ട് മാറിയല്ലേ?
നമ്മളൊക്കെ ചെറുപ്പം മുതലേ കാണണല്ലേ ഇത്. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഇവരുടെ ഉള്ളിൽ ആ ഒരു സംഭവം ഉണ്ട്, ഒരു ബോധമുണ്ട്. അത് കാലങ്ങളെ കൊണ്ട് അവർക്ക് മാറ്റാൻ പറ്റാത്ത പല അവസ്ഥകളും. ഒന്ന് സാമ്പത്തിക അവസ്ഥ, ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിൽ പോയി ജോലി ചെയ്ത് അവിടെ ഒരു സാമ്പത്തിക ഒരു ലിങ്ക് അവിടെ വരുമ്പോഴൊക്കെ അവരതിങ്ങനെ ഇതുമായി വരികയാണ്. അല്ലെങ്കിൽ ഒരു ഒരു പല ആൾക്കാരും പറയുന്നുണ്ട്, ഒരു 1990-കൾക്ക് ശേഷമാണ് ഒരു റിയൽ ഇസ്ലാം കേരളത്തിൽ വന്നത്. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ പോകണതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിന് ഒന്നാമത് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹിന്ദുക്കൾ സ്വയം ഒരു കാര്യം കാണിക്കണം. നിങ്ങളൊരു പവറാണെന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. അല്ലാണ്ട് നിങ്ങൾ തമ്മിലടിച്ച് നിങ്ങൾ വലിയൊരു പുല്ലില്ലാണ്ട് മറ്റുള്ള ആൾക്കാരെ മറ്റേ വിളിച്ചു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ഭയങ്കര ശക്തരായിരിക്കുക, അവര് നിങ്ങളെ പിന്നാലെ മാർച്ച് ചെയ്യും. ഭയങ്കര സംഘടിതരായി ഭയങ്കര സാമ്പത്തിക ഭദ്രതയുള്ള ആളായിട്ട് മറ്റെല്ലാരും പിന്നാലെ കൂടും. അറബിയും മറ്റേ ആൾക്കാരൊക്കെ മറന്നുപോകും. ഈ അറബിനെ കൂട്ടണമെന്ന് വെച്ചാൽ അറബിയുടെ കയ്യിൽ കുറെ പെട്രോൾ ഡോളറിന്റെ പൈസ ഉണ്ട്. അപ്പൊ അറബിനെ പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാശും കിട്ടും. ഇതേ സംവിധാനം ഹിന്ദുക്കളുടെ കയ്യിലൊന്ന് നോക്ക്, ഇവിടെയും പൊക്കി പറയും. അതേപോലെ തന്നെ ടെക്നോളജി അത്ര സംവിധാനങ്ങൾ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളുടെ കയ്യിൽ വന്ന് നോക്ക്, പൊക്കി പറയും. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ പല ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങൾ പഴയ ബ്രാഹ്മിൺസ് ആണെന്നൊക്കെ പറയും. എന്താ വെച്ച് കഴിഞ്ഞാല് ബ്രാഹ്മിൺസ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തൊക്കെ കഴിവുണ്ട് എന്നൊക്കെ ഒരു തോന്നല് തോന്നിയോണ്ട്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷെ പല ആൾക്കാരും പറയും കേട്ടോ. അപ്പൊ ഇത് ചെയ്യേണ്ട സംഭവം തന്നെയാണ്. ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ സംഘടിക്കുക, സെറ്റപ്പായി മാറുക, ശക്തരായി മാറുക, ബാക്കി എല്ലാരും പിന്നാലെ വരും.